Hello dear students, our next topic is colloids. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സർഫസ് കെമിസ്ട്രിയിലെ. അപ്പോൾ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്തേക്കാം. തോമസ് ഗ്രഹാം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് 1861 ഈ ഒരു കൊളോയിഡ്സിനെ പറ്റിയുള്ള സ്റ്റഡി നടത്തുകയും അതിന് ആ ഒരു പേര് കൊടുക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ചില സൊല്യൂട്ട്സ്, അതായത് സ്റ്റാർച്ച്, ഗ്ലൂ, ജെലാറ്റിൻ അതുപോലുള്ള ചില സൊല്യൂട്ട്സ് സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ അകത്തുകൂടി പാസ് ചെയ്യാതെ ഇരിക്കുകയും അതേസമയം ചില സൊല്യൂട്ട്സ്, അതായത് സോഡിയം ക്ലോറൈഡ്, യൂറിയ, ഷുഗർ, അത് അങ്ങനെയുള്ള കുറച്ച് സൊല്യൂട്ട്സ് വളരെ ഈസി ആയിട്ട് സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടി പാസ് ചെയ്യുന്നതായിട്ടും കാണാനിടയായി. അപ്പോൾ അദ്ദേഹം ആ ഒരു ടൈപ്പ്, അങ്ങനെ പാസ് ചെയ്യാത്ത ആ ഒരു ടൈപ്പ് സൊല്യൂട്ട്സിനെ കൊളോയിഡ്സ് എന്നുള്ള പേരിൽ വിളിച്ചു. അപ്പോൾ കൊളോയിഡ്സ്, അത് ആ ഒരു വേർഡ് എന്ന് പറയുന്നത് ഒരു കോള എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഗ്ലൂ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതാണ് ഈ കൊളോയിഡ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഒരു കഥ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കാം. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൊളോയിഡ് ഈസ് നോട്ട് എ സബ്സ്റ്റൻസ്, but it is a state of a substance which depend upon the molecular size. Depending upon the basis of particle size of the substance, the solutions may be divided into three types: true solutions, suspensions, colloids. അപ്പോൾ ഈ സൊല്യൂഷനെ മൂന്നായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. അതിൽ ഒന്നാമത്തത് നമുക്കറിയാം സൊല്യൂഷൻസ്, അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻസ് എന്ന് പറയും. രണ്ടാമത്തത് സസ്പെൻഷൻ, മൂന്നാമത്തതാണ് കൊളോയിഡ്സ്. അപ്പോൾ ഈ ഇവ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ട്രൂ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോമോജീനിയസ് സൊല്യൂഷനാണ്. അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് <1 നാനോമീറ്ററാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ്, നമുക്ക് അത്രയ്ക്ക് ഈസി ആയിട്ട് അതിനകത്തെ പാർട്ടിക്കിൾസിനെ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ലയിച്ച് കഴിഞ്ഞാൽ, വാട്ടറിൽ ലയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പാർട്ടിക്കിൾസിനെ കണ്ണുകൊണ്ട് കാണാനായിട്ടൊന്നും അത്ര സാധിക്കില്ല. രണ്ടാമത്തെ ടൈപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സസ്പെൻഷനാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആൻഡ് പാർട്ടിക്കിൾ സൈസ് മോർ ദാൻ 100 നാനോമീറ്റർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡേർട്ട് പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ. ഇപ്പോൾ ഡേർട്ട് പാർട്ടിക്കിൾസിനെ കുറച്ചും കൂടിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അതിങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സസ്പെൻഷൻ്റെ അകത്ത് പെടുത്തുക. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് കുറച്ചും കൂടി വലുതായിരിക്കും. കൊളോയിഡ്സ് ആണ് അടുത്തത്. കൊളോയിഡ്സ് എന്ന് പറയുന്നത് ഹെട്രോജീനസ് സൊല്യൂഷൻ. അപ്പോൾ ഹോമോജീനിയസും ഹെട്രോജീനസ് സൊല്യൂഷൻസും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിക്കുന്നത്. ഹോമോജീനിയസ് എന്ന് പറയുന്നത് സെയിം കോൺസെൻട്രേഷൻ ത്രൂ ഔട്ട് ദി സൊല്യൂഷൻ കാണും. അതേസമയം ഹെട്രോജീനിയസ് ആകുമ്പം അതിൻ്റെ കോൺസെൻട്രേഷനിൽ വേരിയേഷൻ ഉണ്ടാവും. അത് സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ കൊളോയിഡ്സിൻ്റെ അകത്ത് ഹെട്രോജീനിയസ് സൊല്യൂഷനാണെന്ന് പറഞ്ഞു. പാർട്ടിക്കിൾ സൈസ് 1 to 100 നാനോമീറ്റർ, അല്ലെങ്കിൽ ഇപ്പോൾ NCERT ടെക്സ്റ്റ് അനുസരിച്ചാണെങ്കിൽ 1 to 1000 നാനോമീറ്റർ വരെ അതിൻ്റെ ആ ഒരു പാർട്ടിക്കിൾ സൈസ് ഉണ്ട്. അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് സാധാരണഗതിയിൽ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് ആ പാർട്ടിക്കിൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിൽക്കാണ് കൊളോയിഡ് സൊല്യൂഷൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കൊളോയിഡ്സ് എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. കൊളോയിഡ്, അതിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ ഹെട്രോജീനസ് സിസ്റ്റം ഇൻ വിച്ച് one substance is dispersed as very fine particle in another substance called dispersion medium. അപ്പം അതിൻ്റെ അകത്ത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാകും. എക്സാമ്പിൾ സ്റ്റാർച്ച് സൊല്യൂഷൻ. സ്റ്റാർച്ച് സൊല്യൂഷനിൽ വാട്ടർ എന്ന് പറയുന്ന വാട്ടറാണ് അവിടുത്തെ ഡിസ്പെർഷൻ മീഡിയം. സ്റ്റാർച്ചാണ് അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ്.
അപ്പം വാട്ടർ എന്ന് പറയുന്ന ആ ഒരു മീഡിയത്തിൽ സ്റ്റാർച്ച് പാർട്ടിക്കിൾ ഡിസ്പേഴ്സ് ചെയ്ത് കാണപ്പെടുന്നു. ഡിസ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വ്യാപിക്കുക എന്നൊക്കെയുള്ള ആ ഒരർത്ഥത്തിലാണ് നമ്മളവിടെ പറയുക. അപ്പം ഒരു മീഡിയത്തിൽ ഏതിൻ്റെയെങ്കിലും മറ്റൊരു പദാർത്ഥത്തിൻ്റെ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആ ഒരു ഹെട്രോജിനസ് സിസ്റ്റമാണ് നമ്മൾ എന്തായിട്ട് പറയുക, കൊളോയിഡ്സ് ആയിട്ട് പറയുക, കൊളോയിഡ്സ് എന്ന് പറയുക. അപ്പോൾ ഇറ്റ് ഈസ് എ ഹെട്രോജിനസ് സിസ്റ്റം ഇൻ വിച്ച് വൺ സബ്സ്റ്റൻസ് ഈസ് ഡിസ്പേഴ്സ്ഡ് ആസ് വെരി ഫൈൻ പാർട്ടിക്കിൾ ഇൻ അനദർ സബ്സ്റ്റൻസ് കോൾഡ് ഡിസ്പെർഷൻ മീഡിയം. ദെൻ അതിൻ്റെ അവിടെ റേഞ്ച് ഓഫ് ഡയമീറ്റേഴ്സ് ഓഫ് പാർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്. 1 and 1000 നാനോമീറ്റർ അല്ലെങ്കിൽ 10⁻⁻9 to 10⁻⁻6 മീറ്റർ. അതാണ് അതിൻ്റെ ആ ഒരു പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. ആ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ 3 factors. First one is the physical state of the dispersed phase and dispersion medium. അപ്പോൾ ഒന്നാമത്തെ ഫിസിക്കൽ സ്റ്റേറ്റാണ് നമ്മൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത്. ഏതിൻ്റെയൊക്കെ ഫിസിക്കൽ സ്റ്റേറ്റ്? ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പെർഷൻ മീഡിയത്തിൻ്റെയും. ഫേസിൻ്റെയും മീഡിയത്തിൻ്റെയും ആ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ നോക്കുക. സെക്കൻഡ് വൺ ഈസ് ദ ഇൻട്രാക്ഷൻ ഓർ അഫിനിറ്റി ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. എന്തുമാത്രം നല്ല രീതിയിലാണ് അവ ഇൻട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അഫിനിറ്റി എത്രത്തോളമാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അടുത്ത ഒരു ഫാക്ടർ ഇരിക്കുക. മൂന്നാമത്തതെന്ന് പറയുന്നത് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ്. ഇനി നമുക്കത് ഓരോന്നും കുറച്ചും കൂടി വിശദമായിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തത് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ്. വെദർ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം സോളിഡ്, ലിക്വിഡ്സ് ഓർ ഗ്യാസസ്, 8 different types of colloidal systems are possible. ടേബിൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ മനസ്സിലാവും ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ഗ്യാസ് ആവാം. അപ്പോൾ അങ്ങനെ സോളിഡും ലിക്വിഡും ഗ്യാസും ആ ഒരു അവിടെ ഫോം ചെയ്യുന്ന കൊളോയിഡ്സ്, അത് 8 different types of colloidal systems are possible. അതിന് ഓരോന്നിൻ്റെയും ആ ടൈപ്പ് ഓഫ് കൊളോയിഡും ഉണ്ട് തന്നിട്ടുണ്ട്, എക്സാമ്പിൾസും അവിടെ തന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തേത് നോക്കുകയാണെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പെർഷൻ മീഡിയം സോളിഡുമായിട്ടുള്ള കേസിൽ കൊളോയിഡ് ഫോം ചെയ്യുന്നത് സോളിഡ് സോൾ എന്നുള്ള പേരിലാണ്. അപ്പോൾ അവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ജം സ്റ്റോൺ, നമുക്കറിയാം പലതരം സ്റ്റോൺസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ ജം സ്റ്റോൺസ് ആണ് ഇതിന് ഏറ്റവും മേജറായിട്ടുള്ള എക്സാമ്പിൾ. വേറെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ഓരോന്ന് വീതം ഞാനിപ്പോൾ പറയുന്നുള്ളൂ. രണ്ടാമത്തെ എക്സാമ്പിൾ രണ്ടാമത്തെ കൊളോയിഡ് എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് സ്റ്റേറ്റിലും ഡിസ്പെർഷൻ മീഡിയം ലിക്വിഡ് സ്റ്റേറ്റിലും ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന കൊളോയിഡ് എന്ന് പറയുന്നത് സോളാണ്. എക്സാമ്പിൾ പെയിൻറ്റ്സ്. മൂന്നാമത് സോളിഡും ഗ്യാസും വരുന്ന കേസ്, അവിടെ ഫോം ചെയ്യുന്ന കൊളോയിഡ് എയ്റോസോളാണ്. എക്സാമ്പിൾ സ്മോക്ക്. പിന്നെ സെക്കൻഡ് ഫേസ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പെർഷൻ മീഡിയം സോളിഡും വരുന്ന കേസ്, അവിടെ ഫോം ചെയ്യുന്ന ജെല്ല് ഒക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരെണ്ണമാണ് ജെല്ല്. അതിൻ്റെ എക്സാമ്പിൾ ചീസ് അല്ലെങ്കിൽ ബട്ടർ, അതൊക്കെയാണ് അതിൻ്റെ അകത്ത് എക്സാമ്പിൾ വരിക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം ഓൾസോ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. The colloid formed is emulsion. അതും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. രണ്ടും ലിക്വിഡ് വരുന്ന കേസിൽ ഫോം ചെയ്യുന്ന കൊളോയിഡ് എന്ന് പറയുന്നത് എമൽഷൻ ആയിരിക്കും. എക്സാമ്പിൾ മിൽക്കാണ്.
Then dispersed phase is liquid, dispersion medium is gas, the colloid formed is aerosol. Example, fog. Last, gas dispersed phase is in gaseous state, dispersion medium is in solid state, the colloid formed is solid sol. അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. സോളിഡ് സോൾ എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് പഠിച്ചതാണ്. സോളിഡും വരുന്ന കേസിൽ അവിടെ ഫോം ചെയ്യുന്ന കൊളോയിഡിൻ്റെ പേര് സോളിഡ് സോൾ എന്നാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പെർഷൻ മീഡിയം സോളിഡും വരുന്ന കേസിലും ഫോം ചെയ്യുന്ന കൊളോയിഡിൻ്റെ പേര് സോളിഡ് സോൾ എന്ന് തന്നെയാണ്. ഇവിടെ എക്സാമ്പിൾ വരുന്നത് ഫോം റബ്ബർ. പിന്നെ ലാസ്റ്റ് വൺ ഗ്യാസും ലിക്വിഡും വരുന്ന കേസ്. ഗ്യാസും ലിക്വിഡും വരുന്ന കേസിൽ ഫോം ചെയ്യുന്ന കൊളോയിഡ് എന്ന് പറയുന്നത് ഫോമാണ്. ഇപ്പോൾ ഫ്രോത്ത് അല്ലെങ്കിൽ സോപ്പ് ലാദർ അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുക. നെക്സ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. അതിൽ നമ്മൾ കൊളോയിഡൽ സോൾസിനെ 2 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലയോഫിലിക് സോൾസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലയോഫോബിക് സോൾസ്, അല്ലെങ്കിൽ ലയോഫിലിക് കൊളോയിഡ്സ് ആൻഡ് ലയോഫോബിക് കൊളോയിഡ്സ്. അങ്ങനെ 2 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ലയോഫിലിക്, അത് 2 ടേബിളായിട്ട് നമുക്ക് നോക്കാം. ആ ഡിഫറൻസ് ഒന്നും കൂടി കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് അതായിരിക്കും ഒന്നും കൂടി ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ കേസിൽ ആ വേർഡിൽ തന്നെയുണ്ട് ഫിലിക് എന്ന് പറയുന്നത് ലവിങ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ലയോഫിലിക് മീൻസ് ലിക്വിഡ് ലവിങ് എന്നാണ്. ലയോഫോബിക് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഹേറ്റിംഗ് എന്നാണ് അതിൻ്റെ മീനിങ് വരിക. പേരിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ലയോഫിലിക് സോളിൻ്റെ കേസിൽ ദർ ഈസ് സ്ട്രോങ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും തമ്മിൽ ഒരു സ്ട്രോങ് ഇൻട്രാക്ഷൻ ആയിരിക്കും അതിലുണ്ടായിരിക്കുന്നത് ഏതെങ്കിലും ലയോഫിലിക് സോളിൻ്റെ കേസിൽ. അപ്പോൾ എക്സാമ്പിൾ പറയുന്നത് സ്റ്റാർച്ചാണ് അതിന് എക്സാമ്പിൾ പറയുക. അപ്പോൾ ലയോഫോബിക്കിൻ്റെ കേസിൽ ദർ ഈസ് ലിറ്റിൽ ഓർ നോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. എക്സാമ്പിൾ കൊളോയിഡൽ മെറ്റൽ. Then second difference is one is reversible and the other one is irreversible. Which one is reversible? Lyophilic salts reversible ആണ്. നമുക്ക് തിരിച്ച് അതിൻ്റെ പഴയ ഫോമിലേക്ക് നമുക്കതിനെ മാറ്റാനായിട്ട് സാധിക്കും. ലയോഫോബിക്കിൻ്റെ കേസിൽ ദറ്റ് ഈസ് ഇർറിവേഴ്സിബിൾ. ദെൻ നെക്സ്റ്റ് വൺ ലയോഫിലിക്കിൻ്റെ കേസിൽ they are quite stable and are not easily coagulated under electrolytes or that is not easily coagulated. അതേസമയം ലയോഫോബിക്കിൻ്റെ കേസിൽ they are less stable and get coagulated by adding electrolytes by heating or agitating. അപ്പം ഒരെണ്ണം ക്വൈറ്റ് സ്റ്റേബിളാണ്, ലയോഫോബിക്കിൻ്റെ കേസിൽ ലെസ് സ്റ്റേബിളാണ്. അതിനെ നമുക്ക് കൊയാഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അജിറ്റേറ്റ് ചെയ്യുകയോ ഇളക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ആ ഒരു കൊയാഗുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൊയാഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ അത് അങ്ങനെ ആ കൊയാഗുലേഷൻ പോസിബിൾ ആയിട്ടുള്ളത് ഏതിലാണ്? ലയോഫോബിക്കിൻ്റെ കേസിൽ. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ലയോഫിലിക്കിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സിമ്പിൾ മെത്തേഡ്സ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് ലയോഫോബിക് സോൾസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. ദെൻ ഫിഫ്ത്ത് വൺ, they are lyophilic. In the case of lyophilic colloids, they are obtained from organic materials such as starch, gelatin, etc. In the case of lyophobic, it is obtained from inorganic materials such as metals, metal sulfides, etc. Next classification is based on the nature of particles. അപ്പോൾ അവിടെ ആ ക്ലാസിഫിക്കേഷൻ വരുന്നതിൽ 3 കാറ്റഗറി ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്, ദെൻ സെക്കൻഡ് വൺ ഈസ് മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ്,
And third one is associated colloids. മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സിനെ പറ്റി നമുക്ക് ഫസ്റ്റ് നോക്കാം. മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സിൻ്റെ അകത്ത് when a large number of atoms or small molecules of a substance combine together in a dispersion medium to form aggregates having size in the colloidal range. The colloidal solutions thus formed are called multimolecular colloids. ഇപ്പോൾ ധാരാളം ആറ്റംസ് അല്ലെങ്കിൽ സ്മോൾ മോളിക്യൂൾസ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ, ആ പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്റർ ലെസ് ദാൻ 1 നാനോമീറ്റർ ആയിരിക്കും. ആ ലെസ് ദാൻ 1 നാനോമീറ്റർ ഉള്ള ആ ഒരു പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസ്പേർഷൻ മീഡിയത്തിൽ വെച്ച് കമ്പൈൻ ചെയ്തിട്ട് അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ആ ചെറിയ പാർട്ടിക്കിൾസ് കൂടിച്ചേർന്ന് വലിയ പാർട്ടിക്കിളായിട്ട് മാറുന്നു എന്നുള്ള മീനിങ്ങിലാണ് അഗ്രിഗേറ്റ്സ് എന്നുള്ള ആ ടേം യൂസ് ചെയ്യുക. അപ്പം അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുകയും ആ അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുന്നതിന് കൊളോയിഡൽ റേഞ്ചിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സൈസ് കാണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ കൊളോയിഡൽ സൊല്യൂഷൻസിനെയാണ് നമ്മൾ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറയുക. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുക സൾഫർ സോള്, ഗോൾഡ് സോള്, അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ് എന്നാണ് അതിനെ പറയുക. ആ കാറ്റഗറിയെ അവിടെ ലാർജ് മോളിക്യൂൾസ് ഓഫ് കൊളോയിഡൽ ഡയമെൻഷൻസ്, കുറച്ചും കൂടി സൈസ് കൂടുതലുള്ള പാർട്ടിക്കിൾസാണ് കാണപ്പെടുക. ദേ ഹാവ് വെരി ഹൈ മോളിക്കുലാർ മാസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാർച്ച്, പ്രോട്ടീൻ, സെല്ലുലോസ്. അപ്പോൾ ഹൈ മോളിക്കുലാർ മാസുള്ള സബ്സ്റ്റൻസസ് ആണ് അതിൽ കാണപ്പെടുന്നത്. അതുപോലെ ലാർജ് മോളിക്യൂൾസ് ഓഫ് കൊളോയിഡൽ ഡയമെൻഷൻസ്, അതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ തേർഡ് വൺ ഈസ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. These are substances which behave as normal electrolytes at low concentration but as colloids at higher concentration due to the formation of aggregates. അപ്പോൾ ഇവിടെ ഇവയുടെ ഈ സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ് എങ്കിൽ അത് ഒരു നോർമൽ ഇലക്ട്രോലൈറ്റായിട്ട് ബിഹേവ് ചെയ്യുകയും അതേസമയം ഹയർ കോൺസെൻട്രേഷനിലാണ് എങ്കിൽ അത് അഗ്രിഗേഷൻ നടന്ന് അല്ലെങ്കിൽ അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യാനായിട്ട് അവിടെ അത് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ ഹയർ കോൺസെൻട്രേഷൻ അഗ്രിഗേറ്റ്സിൻ്റെ ഫോർമേഷന് വഴിതെളിക്കുകയും ആ അഗ്രിഗേറ്റ് പാർട്ടിക്കിൾസിനെ these aggregate particles are called മിസെല്ലി. ആ അഗ്രിഗേറ്റ് പാർട്ടിക്കിളിനെ നമ്മൾ മിസെല്ലി എന്നുള്ള പേരിലാണ് വിളിക്കുക. എക്സാമ്പിൾ അതിൻ്റെ അകത്ത് വരുന്നത് സോപ്പ്, ഡിറ്റർജൻസ്, അതൊക്കെയാണ് അതിൻ്റെ അകത്ത് എക്സാമ്പിൾ പറയുക. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. നമ്മൾ ക്യാപിറ്റൽ ടി കെ വെച്ചിട്ടാണ് അത് റെപ്രസെൻ്റ് ചെയ്യുക. ടി ക്യാപിറ്റലും കെ സ്മോളായിട്ട് നമ്മൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് എഴുതാറുള്ളത്. അപ്പം ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്നാണ് അത് പറയുക. അപ്പോൾ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ചാൽ മിസെല്ലി ഫോർമേഷൻ നടക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ എബവ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ മുകളിലാണ് എങ്കിൽ മാത്രമേ ഉള്ളൂ ആ മിസെല്ലി ഫോർമേഷൻ നടക്കത്തുള്ളൂ. അതായത് അഗ്രിഗേഷൻ ഓഫ് പാർട്ടിക്കിൾസ്, കൊളോയിഡൽ പാർട്ടിക്കിൾസ് നടക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ദ ഫോർമേഷൻ ഓഫ് മിസെല്ലി ടേക്സ് പ്ലേസ് only above a particular temperature called craft temperature. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന വേറൊരു ടേമാണ് ക്രിട്ടിക്കൽ മിസെല്ലി കോൺസെൻട്രേഷൻ. അതും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. CMC വെച്ചിട്ടാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുക, ക്രിട്ടിക്കൽ മിസെല്ലി കോൺസെൻട്രേഷൻ. ദറ്റ് ഈസ് ദ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് ദി surfactant at which the formation of a micelli takes place is called critical micelli concentration. ഈ സർഫക്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ടെൻഷൻ
കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ആ ഒരു ലിക്വിഡിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സർഫക്റ്റൻ്റ് എന്ന് പറയുക. അപ്പം സർഫസ് ടെൻഷൻ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന, രണ്ട് ലിക്വിഡിൻ്റെ ഇടയ്ക്കുള്ള സർഫസ് ടെൻഷൻ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് സർഫക്റ്റൻ്റ്. അപ്പം ക്രിട്ടിക്കൽ മിസലി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മിസലി ഫോർമേഷൻ നടക്കാനായിട്ട് എന്തുമാത്രം മിനിമം കോൺസെൻട്രേഷൻ സർഫക്റ്റൻ്റ് ആവശ്യമുണ്ടോ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ മിസലി കോൺസെൻട്രേഷൻ എന്ന് പറയുക. ഇപ്പം CMC for soap is approximately 10⁻⁻4 to 10⁻⁻3 mol per liter ആണ്. അതും ചോദിക്കാറുള്ളതാണ് ഇങ്ങനെ വൺ വേർഡൊക്കെ ആയിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരുന്നേക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് ഇന്നത്തെ പ്രധാനപ്പെട്ട ആ ഒരു കവർ ചെയ്യുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ അകത്ത് കാണാൻ പോകുന്നത് മെക്കാനിസം ഓഫ് മിസല്ലി ഫോർമേഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.